ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേദപുസ്തകത്തെ പറ്റിയുള്ള പഠനത്തിൻ്റെ 3-ാമത്തെ ക്ലാസ്സിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണല്ലോ. വേദപുസ്തകത്തെ പറ്റി എന്ന് പറയുവാൻ കാരണം വേദപുസ്തക പഠനത്തിനാവശ്യമായ അതിനെ സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വേദപുസ്തകം പഠിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. ആ പഠനത്തിന് സഹായകരമായ ചില വസ്തുതകളാണ് നാം ഈ ക്ലാസ്സുകളിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നാം 1-ാമത്തെ ക്ലാസ്സിൽ കണ്ടത് സത്യവേദപുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ത്, മറ്റുള്ള പുസ്തകങ്ങളിൽ നിന്ന് ഈ പുസ്തകം എങ്ങനെ പ്രത്യേകത ഉള്ളതായിരിക്കുന്നു. അതുകൂടാതെ നാം ചിന്തിച്ചത് ഇതെഴുതിയ പശ്ചാത്തലം, ഇതെഴുതിയ ആളുകൾ, എഴുതിയ കാലഘട്ടം എന്നിവയൊക്കെയും കൂടാതെ പഴയ നിയമ ഭാഗത്തെ പുസ്തകങ്ങളുടെ ഒരു ചെറു വിവരണവുമാണ് നാം 1-ാമത്തെ ക്ലാസ്സിൽ ചിന്തിച്ചത്. 2-ാമത്തെ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയത് പഴയ നിയമ കാലഘട്ടത്തിനും പുതിയ നിയമ കാലഘട്ടത്തിനും മധ്യേയുള്ള 400ഓളം വർഷങ്ങളെ പറ്റിയാണ്. ഈ കാലഘട്ടത്തെ ഇൻ്റർ ടെസ്റ്റമെൻ്റൽ പീരീഡ് അഥവാ നിശബ്ദ വർഷങ്ങൾ എന്നറിയപ്പെടുന്നു. ഈ കാലഘട്ടത്തിൽ പ്രധാനമായും 6 അധികാര സ്ഥാനങ്ങളാണ് യെരുശലേം ഉൾപ്പെടുന്ന ഭൂപ്രദേശം ഭരണം നടത്തിയത് എന്ന് നാം കണ്ടു. 3-ാം ക്ലാസ്സായി ഇന്ന് നാം ചിന്തിക്കുന്നത് പുതിയ നിയമഭാഗം പഠിക്കുന്നതിന് സഹായകരമായ ചില വസ്തുതകളാണ്. പുതിയ നിയമ പഠനത്തിന് സഹായകരമായ ചില വിശദാംശങ്ങൾ ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിൽ ചിന്തിക്കാം. നാം തിരുവചനം പഠിക്കുന്നതിന് നമ്മെ തന്നെ ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന് സമർപ്പിക്കാം. വലിയവനായ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഈ സത്യങ്ങളെയൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ആ ദൈവകൃപയിൽ നമുക്ക് പരിപൂർണമായി ശരണപ്പെടാം. നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ വേണ്ടുവോളും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളാണ് ഞങ്ങൾക്ക് തിരുസന്നിധിയിലേക്ക് അടുത്തു വന്ന് തിരുവചനം പഠിക്കുവാൻ ഞങ്ങൾക്ക് അനുവദിച്ച മഹാഭാഗ്യത്തിനായി സ്തോത്രം. പ്രിയ കർത്താവേ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം. ഇതിലൂടെ എന്ത് ഞങ്ങൾ മനസ്സിലാക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവോ അതൊന്ന് കേൾക്കുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ് ഞങ്ങളുടെ മേൽ ഉണ്ടാകുവാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രിയ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണം. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ അങ്ങയ്ക്ക് കൊള്ളാവുന്നവരായി ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി ഏൽപ്പിക്കട്ടെ. എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും കൃപകളാലും നിറച്ചാട്ടെ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന യേശു മിശിഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. 66 പുസ്തകങ്ങളുള്ള സത്യവേദ പുസ്തകത്തിൽ 39 പുസ്തകങ്ങൾ പഴയ നിയമഭാഗത്തും 27 പുസ്തകങ്ങൾ പുതിയ നിയമഭാഗത്തുമാണുള്ളതെന്ന് നമുക്കറിയാം. പഴയ നിയമ കാലഘട്ടത്തെപ്പറ്റി നാം മനസ്സിലാക്കിയല്ലോ കഴിഞ്ഞ ക്ലാസ്സുകളിൽ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ ഒരു പുതിയ ജനത യഹോവയായ ദൈവം വിളിച്ച് വേർതിരിക്കുന്ന ഭാഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുമുതൽ പഴയ നിയമഭാഗത്ത് നാം കാണുന്ന ചരിത്രം 2000 വർഷത്തെ ചരിത്രമാണ്. എന്നാൽ പുതിയ നിയമഭാഗം പ്രതിപാദിക്കുന്നത് 100 വർഷത്തെ ചരിത്രവുമാണ്. പുതിയ നിയമ പുസ്തകങ്ങളുടെ കാനോനിക ലിസ്റ്റ് ആദ്യമായി ലഭിച്ചത് മുറാട്ടോണിയൻ കാനൻ അഥവാ മുറാട്ടോണിയൻ ഫ്രാഗ്മെൻറ്റിൽ നിന്നാണ്. ഇത് ഇറ്റലിയിലെ മിലാനിലുള്ള അംബ്രോസിയൻ ലൈബ്രറിയിൽ നിന്നുമാണ് കണ്ടെടുത്തത്. ഇതിൽ 22 പുസ്തകങ്ങളാണ് ഉൾപ്പെട്ടിരുന്നത്. പുതിയ നിയമഭാഗത്തെ പ്രതിപാദിക്കുന്ന 100 വർഷത്തെ കാര്യങ്ങൾ ചരിത്ര സംഭവങ്ങൾ തന്നെയാണ്. അതാത് കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ചരിത്ര എഴുത്തുകാരന്മാർ ഈ സംഭവങ്ങളൊക്കെ അവരുടെ രചനകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും നാം മനസ്സിലാക്കണം. ക്രിസ്ത്യാനികളെ എതിർത്തിരുന്ന എഴുത്തുകാർ എന്നിരുന്നാലും യഹൂദ, ഗ്രീക്ക്, റോമൻ എഴുത്തുകാർ
തങ്ങളുടെ ലിഖിതങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയും ശിഷ്യന്മാരെ പറ്റിയും ആ കാലത്ത് ജീവിച്ചിരുന്ന ക്രിസ്തീയ സമൂഹത്തിൻ്റെ സംഭാവനകളെ പറ്റിയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹൂദ എഴുത്തുകാരന്മാരിൽ പ്രധാനിയായിരുന്നു ജോസിഫസ്. ഗ്രീക്ക് എഴുത്തുകാരിൽ പോളിബയസ്, ദിയോദോറസ്, പ്ലൂട്ടാർക്ക് എന്നിവരും റോമൻ ചരിത്രകാരന്മാരായ സിസറോ, ലിവി, താലോസ്, പ്ലീനിയുടെ എഴുത്തുകൾ, സുവത്തോണിയോസ്, ടാസിറ്റസ്, മാറാബാർ, സെറോഫിയോൺ, ലൂസിയൂസ്, ചെൽസിയൂർ എന്നിവരും ക്രിസ്ത്യാനികളെ പറ്റിയും കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയും തങ്ങളുടെ എഴുത്തുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ഈ പേരുകൾ പറയാൻ കാരണം, ഈ പേരുകൾ നിങ്ങൾ സെർച്ച് ചെയ്ത് ഇവരെഴുതിയ പുസ്തകങ്ങളെ പറ്റിയും അവരുടെ ചരിത്ര രേഖകളെ പറ്റിയൊക്കെ കൂടുതൽ മനസ്സിലാക്കുന്നത് പുതിയ നിയമ പഠനത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു കാര്യം ആയിരിക്കും എന്നുള്ളതുകൊണ്ടാണ്. തന്നെയുമല്ല, പുതിയ നിയമ ഭാഗത്ത് പറയുന്ന സംഭവങ്ങളൊക്കെ ആരെങ്കിലും ഭാവനയിൽ നിന്നുണ്ടാക്കിയതല്ല, പിന്നെയോ ഇതെല്ലാം ചരിത്ര സംഭവങ്ങളാണെന്നും നാം മനസ്സിലാക്കി വേണം പുതിയ നിയമഭാഗം വായിച്ച് മനസ്സിലാക്കി പഠിക്കുവാൻ. പുതിയ നിയമഭാഗത്തെ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ, കൂടുതൽ വിശദമായി മനസ്സിലാക്കുവാൻ അന്നത്തെ ഭൂമിശാസ്ത്രം കൂടെ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അന്നത്തെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് അത് ഇന്നത്തേതും കൂടെ ചേർത്ത് മനസ്സിലാക്കിയാൽ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ, നാം പഠിക്കുമ്പോൾ വ്യക്തതയോടെ മനസ്സിൽ നിൽക്കുവാനായിട്ട് ഇടയാക്കുകയും ചെയ്യുമല്ലോ. ഇസ്രായേൽ പലസ്തീൻ പ്രദേശങ്ങളുടെ ഇപ്പോഴത്തെ അതിരുകൾ വടക്ക് ലെബനോൻ, വടക്ക് കിഴക്ക് ഭാഗത്ത് സിറിയ, കിഴക്ക് തെക്ക് ഭാഗം യോർദാൻ രാജ്യം, പടിഞ്ഞാറ് ഭാഗത്ത് മെഡിറ്ററേനിയൻ കടൽ, പടിഞ്ഞാറ് തെക്ക് ഭാഗം ഈജിപ്ത്. നാം ഈ ദിക്കുകളെ പറ്റിയൊക്കെ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് മനസ്സിലാക്കിയാൽ കൂടുതൽ വ്യക്തതയോടെ ഇതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഉദാഹരണമായി നമ്മൾ കേരളത്തെ എടുത്താൽ, കേരളത്തിൻ്റെ വടക്കും വടക്ക് കിഴക്ക് ഭാഗവും വയനാട് വരെ കർണാടക സ്റ്റേറ്റാണെന്ന് നമുക്കറിയാം. അതുപോലെ ഈ ഇസ്രായേൽ പ്രദേശത്തിൻ്റെ വടക്ക് ലെബനോനും വടക്ക് കിഴക്ക് ഭാഗത്ത് സിറിയയും സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ കേരളത്തിൻ്റെ വടക്കും വടക്ക് കിഴക്ക് ഭാഗവും കർണാടക മാത്രമാണ്. എന്നാൽ അതുപോലെയുള്ള ഈ ഭാഗത്ത് രണ്ട് രാജ്യങ്ങളാണ്, ഒന്ന് ലെബനോനും അടുത്തത് സിറിയയും. ഇനി കേരളത്തിൻ്റെ കിഴക്കേ അതിരിൽ തെക്ക് ഭാഗത്തായി എന്ന് പറഞ്ഞാൽ വയനാട് മുതൽ തെക്കോട്ടുള്ള ഭാഗത്ത് തമിഴ്നാടാണെന്ന് നമുക്കറിയാം. അതുപോലെ ഈ പ്രദേശത്തിൻ്റെ കിഴക്ക് തെക്കും തെക്ക് ഭാഗത്ത് കിഴക്ക് തെക്കായിട്ട് യോർദാൻ രാജ്യമാണ് അതിർത്തി പങ്കിടുന്നത്. കേരളത്തിന് പടിഞ്ഞാറ് അറേബ്യൻ സീ കാണുന്നത് പോലെ ഈ രാജ്യത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് മെഡിറ്ററേനിയൻ കടൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൂടാതെ പടിഞ്ഞാറ് തെക്ക് ഭാഗത്ത് ഈജിപ്റ്റ് എന്ന രാജ്യവും സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഏകദേശ രൂപം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ പ്രദേശത്തിൻ്റെ വടക്ക് ലെബനോൻ, വടക്ക് കിഴക്ക് ഭാഗം സിറിയ, കിഴക്ക് തെക്ക് ഭാഗം യോർദാൻ, പടിഞ്ഞാറ് ഭാഗത്ത് മെഡിറ്ററേനിയൻ കടൽ, പടിഞ്ഞാറ് തെക്ക് ഭാഗത്ത് ഈജിപ്റ്റ്. ഇതാണ് ഇപ്പോഴത്തെ ഈ രാജ്യങ്ങളുടെ കിടപ്പ്. പഴയ നിയമ ഭാഗത്ത് കനാൻ നാട് അഥവാ വാഗ്ദത്ത നാട് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഇന്നത്തെ ഇസ്രായേൽ, വെസ്റ്റ് ബാങ്ക്, ഗാസ, ജോർദാൻ, സിറിയയുടെയും ലെബനൻ്റെയും തെക്ക് ഭാഗം എന്നിവ ചേരുന്ന പടിഞ്ഞാറൻ ഏഷ്യയിലെ പ്രദേശമാണ്. ഇനി നമുക്ക് കർത്താവിൻ്റെ കാലത്തെ പലസ്തീൻ പ്രദേശത്തെ പറ്റി നമുക്ക് ചിന്തിക്കാം. 3 പ്രൊവിൻസുകളായിട്ടാണ് കാണപ്പെടുന്നത്. വടക്ക് ഭാഗത്തിന് ഗലീല, മധ്യഭാഗത്തിന് ശമരിയ, തെക്ക് ഭാഗം യഹൂദ്യ എന്നും അറിയപ്പെടുന്നു. വടക്ക് ഭാഗത്തെ ഗലീലയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ഖോരസീൻ, കബർനഹോം,
മഗ്ദല, തിബരിയാസ്, കാന, നസ്രത്ത്, നയീൻ എന്നിവ. ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് സുവിശേഷങ്ങളിലൂടെ അല്ലെ പുതിയ നിയമഭാഗത്തു നിന്ന് വളരെ പരിചിതമായ സ്ഥലങ്ങളാണല്ലോ. ഇനി നടുവിലായിട്ട് ശമരിയ പ്രദേശം, അതിന് തെക്കായി തെക്ക് ഭാഗത്ത് യഹൂദ്യയിലെ പ്രധാന സ്ഥലങ്ങളാണ് അരിമത്യ, എഫ്രീം, എരിഹോ, എമ്മോസ്, യെരുശലേം, ബേത്ലഹേം, ബഥാന്യ, ഹെബ്രോൻ, അതിന് തെക്ക് ഏദോമ്യ. ഇപ്രകാരമായിരുന്നു കർത്താവിൻ്റെ കാലത്ത് ഈ പ്രദേശം ഉണ്ടായിരുന്നത്. ഈ പ്രദേശങ്ങളെല്ലാം അന്ന് റോമൻ ആധിപത്യത്തിന് കീഴിലായിരുന്നു. യഹൂദിയുടെ വടക്കു ഭാഗവും ശമരിയയും ചേരുന്നതാണ് ഇന്നത്തെ വെസ്റ്റ് ബാങ്ക് എന്ന് അറിയപ്പെടുന്ന പ്രദേശം. ഈ പ്രദേശങ്ങളുടെ കിഴക്കേ അതിരിലൂടെയാണ് യോർദാൻ നദി ഒഴുകുന്നത്. യോർദാൻ്റെ പടിഞ്ഞാറേ കര എന്നർത്ഥത്തിലാണ് വെസ്റ്റ് ബാങ്ക് എന്ന പേര് വന്നത്. ഇനി നമുക്ക് ഈ യോർദാൻ നദിയെപ്പറ്റി അല്പം മനസ്സിലാക്കിയാൽ, വടക്ക് ലെബനോൻ്റെയും സിറിയയുടെയും മധ്യയുള്ള ഹെർമോൻ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഗലീല, ശമരിയ, യഹൂദ്യ പ്രദേശങ്ങളുടെ കിഴക്കേ അതിരിലൂടെ തെക്കോട്ടൊഴുകി യഹൂദ്യ അതിർത്തിയിലുള്ള ചാവുകടലിലാണ് ഇത് വന്നു ചേരുന്നത്. ഈ നദിയുടെ ആകെ നീളം ഏകദേശം 360 കിലോമീറ്ററും വീതി ആവറേജ് 98 ഫീറ്റുമാണ്. ഈ നദി വടക്കുള്ള ഹെർമോൻ പർവ്വതത്തിൽ നിന്ന് തുടങ്ങി തെക്കോട്ടൊഴുകി തെക്കുള്ള ആദ്യം കാണുന്ന ഗലീല ഭാഗത്തെത്തുന്നു. ഗലീല ഭാഗത്തെ തിബരിയാസിലെത്തുമ്പോൾ അവിടെയുള്ള തിബരിയാസ് തടാകവുമായി ഇത് ചേരും. ഗലീല കടൽ, ഗന്നേസരത്ത് തടാകം എന്നീ പേരുകളും ഈ തിബരിയാസ് കടലിനുണ്ട്. ഏകദേശം 21 കിലോമീറ്റർ നീളവും 13 കിലോമീറ്റർ വീതിയുമുള്ള ഒരു ശുദ്ധജല തടാകമാണ് ഈ ഗലീല കടൽ അഥവാ ഗന്നേസരത്ത് തടാകം. ഗലീല കടലിൽ ചേർന്ന യോർദാൻ നദി വീണ്ടും തെക്കോട്ടൊഴുകി ശമരിയ അതിർത്തി പിന്നിട്ട് യഹൂദ്യയിലുള്ള ചാവുകടലിൽ ചെന്ന് ചേരും. സമുദ്ര നിരപ്പിൽ നിന്നും വളരെ താഴെയുള്ള ചാവുകടൽ അഥവാ ഡെഡ് സീ ഒരു ഉപ്പുജല തടാകമാണ്. അതുകൊണ്ട് തന്നെ ജീവജാലങ്ങൾ എന്തെങ്കിലും ഈ ഭാഗത്ത് ഈ വെള്ളത്തിൽ വീണാൽ അത് താഴ്ന്നു പോകുന്നില്ല, അത് മുകളിൽ തന്നെ കിടക്കും. ഇതിന് ഏകദേശം 76 കിലോമീറ്റർ നീളവും 18 കിലോമീറ്റർ വീതിയുമാണ് ഉള്ളത്. ഇപ്പോൾ ഞാൻ ഈ വിശദാംശങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കാണുന്നതിന് വേണ്ടിയാണ്. ജോസഫും മറിയയും വടക്കേ ദേശമായ ഗലീലയിലെ നസ്രയത്തിലായിരുന്നപ്പോഴാണ് എല്ലാവരും സെൻസസിനായി അവരവരുടെ പിതൃനഗരത്തിലെത്തി പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് റോമൻ ഭരണാധികാരികൾ ഉത്തരവ് പുറപ്പെടുവിച്ചത്. അത് നമുക്കറിയാം. അപ്പോൾ ആ ഉത്തരവ് അനുസരിച്ച് ജോസഫും മറിയയും നസ്രയത്തിൽ നിന്നും തിരിച്ച് ശമരിയാദേശം ചുറ്റി യഹൂദ്യയിലുള്ള ബേത്ലഹേമിൽ എത്തി. ഈ ബേത്ലഹേമിലാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് പിറക്കുന്നത്. ഇന്ന് ഈ നസറേത്ത് ഉൾപ്പെടുന്ന വടക്കേ ഭാഗം ഇസ്രായേലിൻ്റെ അധീനതയിലും ബേത്ലഹേം ഉൾപ്പെടുന്ന തെക്കേ ഭാഗം ഇസ്രായേൽ ആധിപത്യത്തിലുള്ള വെസ്റ്റ് ബാങ്കിൻ്റെ ഒരു പാലസ്തീൻ നഗരവുമാണ്. എന്ന് പറഞ്ഞാൽ നസറേത്ത് ഇസ്രായേലിൻ്റെ കൈവശവും തെക്കുള്ള ബേത്ലഹേം പലസ്തീൻ അധീനതയിലുമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. യഹൂദന്മാരുടെ രാജാവായി ഒരുവൻ പിറന്നു എന്നുള്ള വാർത്ത വിദ്വാൻമാരിൽ നിന്ന് അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഹെരോദ ദ ഗ്രേറ്റ് അദ്ദേഹം കേട്ടപ്പോൾ ആ കുഞ്ഞിനെ നശിപ്പിക്കുവാനായിട്ട് പ്ലാൻ ചെയ്തു. വ്യക്തതയോട് സ്ഥലം അറിയാൻ പാടില്ലാത്തതുകൊണ്ട് 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലുവാൻ ഉത്തരവ് കൊടുക്കുന്നതായി നാം വായിക്കുന്നു. അങ്ങനെ ഉത്തരവുണ്ടായപ്പോൾ ദൈവിക നിയോഗപ്രകാരം ജോസഫും മറിയയും യേശു കുഞ്ഞിനെയും കൊണ്ട് ബേത്ലഹേമിൽ നിന്ന് ഈജിപ്തിലേക്ക് പലായനം ചെയ്തു എന്ന് സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നു. അധികം താമസിക്കാതെ ഹെരോദാവ് മരണപ്പെട്ടു. അപ്പോൾ വീണ്ടും ജോസഫും മറിയയും തിരിച്ച് അവരുടെ സ്വന്തം ദേശത്തേക്ക് വരുവാനായിട്ട് ആഗ്രഹിച്ചു.
എന്നാൽ ആ സമയം ബേഥലഹേമിൽ ഭരണം നടത്തിയിരുന്നത് ഈ മരിച്ച ഹെരോദാവിൻ്റെ മകനായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തേക്ക് വരാതെ അവർ ഈജിപ്തിൽ നിന്ന് നേരെ വടക്കേ ദേശമായ ഗലീലയിലുള്ള നസറേത്തിലേക്കാണ് യാത്രയായത്. ഇവിടെ നാം മനസ്സിലാക്കണം, ജോസഫും മറിയയും എത്രമാത്രം പ്രയാസം അനുഭവിച്ച ആ ദിവസങ്ങളിൽ നിന്നുള്ള കാര്യവും നാം മനസ്സിലാക്കണം. നസറേത്തിൽ നിന്ന് ബേഥലഹേമിലേക്ക് ഏകദേശം 70 കിലോമീറ്ററാണ് ദൂരമുള്ളത്. അത് വളരെ 4-5 ദിവസം എടുത്താണ് അവർ യാത്ര ചെയ്തത്. അതിനുശേഷം ബേഥലഹേമിലെത്തി. ബേഥലഹേമിൽ നിന്ന് അവർ ഈജിപ്തിലേക്ക് പോകുവാനായിട്ട് അതും 65ഓളം കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നു. തിരിച്ച് അവർ ബേഥലഹേമിലേക്ക് വരാതെ നസറേത്തിലേക്കാണ് ഈജിപ്തിൽ നിന്നും പോയത്. അത് ഏകദേശം 225 കിലോമീറ്റർ യാത്ര ചെയ്തു. അപ്പോൾ ഇത്രമാത്രം യാത്രകൾ ആ ദിവസങ്ങളിലൊക്കെ ആ മാതാപിതാക്കൾ ചെയ്തു എന്നുള്ളതും നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ നാം കണ്ടു, തെക്കേ ദേശമായ യഹൂദയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു ബേഥലഹേം. ആ ബേഥലഹേമിലാണ് കർത്താവായ യേശു ക്രിസ്തു ജന്മമെടുത്തത്. ഈ ബേഥലഹേമിന് 10 കിലോമീറ്റർ വടക്കായി കാണുന്ന യഹൂദിയയിലെ തന്നെ മറ്റൊരു പ്രദേശമാണ് യെരുശലേം. അല്പം ഉയർന്ന നിൽക്കുന്ന യെരുശലേം പട്ടണം ചുറ്റുപാടും മതിലുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴുള്ള മതിലുകളിൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള മതിൽ മാത്രമാണ് പുരാതന മതിൽ. നമുക്കറിയാം, ബാബിലോണിയൻ പ്രവാസം കഴിഞ്ഞ് യെരുശലേമിലേക്ക് വന്ന യഹൂദാജനം സെരുബ്ബാബേലിൻ്റെയും നെഹമ്യാവിൻ്റെയും നേതൃത്വത്തിൽ യെരുശലേമിൽ ദേവാലയവും മതിലുകളും പണിഞ്ഞു. എന്നാൽ തുടർന്ന് റോമൻ ചക്രവർത്തിയായ സീസർ ഈ ദേവാലയവും മതിലുകളും പടിഞ്ഞാറ് ഭാഗത്തെ മതിൽ ഒഴികെ ബാക്കിയുള്ള മതിലുകളും തകർത്ത് കളഞ്ഞു. ഈ തകർക്കപ്പെടാതെ നിൽക്കുന്ന ആ മതിൽ, അതിന് പറയുന്ന പേരാണ് വെസ്റ്റേൺ വാൾ അഥവാ വിലാപ മതിൽ. ആ ഭാഗം ഇപ്പോഴും യഹൂദന്മാരുടെ നിയന്ത്രണത്തിൽ തന്നെയാണ്. യഹൂദ വിശ്വാസികൾ ഇന്ന് ഈ മതിലിനടുത്ത് വന്ന് തങ്ങളുടെ പ്രാർത്ഥനകൾ വളരെ പ്രയാസത്തോടെ തലകളെ ഈ മതിലിടിച്ച് പ്രാർത്ഥിക്കുന്ന കാഴ്ച നമുക്ക് അവിടെ ചെന്നാൽ കാണുവാനായിട്ട് സാധിക്കും. ആ ഭാഗം ഒഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങൾ പിന്നീട് ഒട്ടോമൻ ഭരണാധികൾ പണിഞ്ഞതാണ്. യെരുശലേം ദേവാലയവും യെരുശലേം പട്ടണത്തിൻ്റെ മതിലുകളും തകർക്കപ്പെട്ടതിനെ ഓർത്ത് ഇന്നും യഹൂദജനം വിലപിക്കുന്നു. അതുകൊണ്ടാണ് ആ മതിലിന് വിലാപ മതിൽ എന്ന പേരായിരിക്കുന്നത്. ഇന്ന് നാം ആ പ്രദേശത്ത് ചെല്ലുമ്പോൾ അനേക ജനങ്ങൾ ഭക്തിയോടുകൂടെ അതിന് ചൂട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാം. ആ ഭാഗം തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഒരു ഭാഗത്ത് സ്ത്രീകളും മറുഭാഗത്ത് പുരുഷന്മാരുമാണ്. നമ്മുടെ നിൽക്കുമ്പോൾ കാണുന്ന മറ്റൊരു കാഴ്ച, തങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള വിഷയങ്ങൾ ചെറിയ കടലാസ തുണ്ടുകളിൽ എഴുതി ഈ മതിലിന് ഇടയിലുള്ള ചെറു ദ്വാരങ്ങളിൽ തിരികെ വെക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത്രമാത്രം വളരെയധികം പ്രാധാന്യത്തോട് യഹൂദന്മാർ കാണുന്ന ഒരു സ്ഥലമാണ് ഈ വിലാപ മതിൽ. മതിലുകളാൽ ചുറ്റപ്പെട്ട ഈ യെരുശലേം പട്ടണത്തിൻ്റെ നടുവിലായി ഒരു പ്രദേശം, അല്പം ഉയർന്ന ഒരു പ്രദേശം നമുക്ക് കാണാം, ഒരു മൈതാനം പോലെയുള്ള പ്രദേശം. ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് ടെമ്പിൾ മൗണ്ട്. ഈ ടെമ്പിൾ മൗണ്ടിൻ്റെ ഒരു ഭാഗത്തായി അലക്സ മോസ്ക് നമുക്ക് കാണാം. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത്. മക്ക മദീന കഴിഞ്ഞാൽ വളരെ പ്രാധാന്യത്തോട് കാണുന്ന ഒരു പ്രദേശം. ഈ ടെമ്പിൾ മൗണ്ടിൻ്റെ നടുവിലായി സ്വർണ്ണത്താഴികക്കുടമുള്ള ഒന്നാണ് ഡോം ഓഫ് ദി റോക്ക്. ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യം, അബ്രഹാം തൻ്റെ മകനെ യാഗം കഴിപ്പാൻ കൊണ്ടുവന്ന മോറിയ മല ഇവിടെയാണെന്നും, അതുപോലെ ശലോമോൻ രാജാവ് തൻ്റെ ആദ്യത്തെ ദേവാലയം പണിഞ്ഞത് ഈ പ്രദേശത്താണെന്നും വിശ്വസിക്കപ്പെടുന്നു. സിയോൻ പർവ്വതമെന്നും ഈ പ്രദേശത്തിന് അറിയപ്പെടുന്നു. ഇവിടെ വീണ്ടും
തങ്ങൾക്ക് ഒരു ദേവാലയം പണിയാം എന്നുള്ള പ്രത്യാശയിലാണ് യഹൂദ ജനം ഇന്ന് കഴിയുന്നത്. ഈ ഭാഗത്ത് പ്രധാനമായും താമസിക്കുന്നത് യഹൂദ, മുസ്ലിം, ക്രിസ്ത്യൻ, അർമേനിയൻ വിഭാഗക്കാരാണ്. ടെമ്പിൾ മൗണ്ടിൻ്റെ കിഴക്ക് ഭാഗത്തായി ഗോൾഡൻ ഗേറ്റ് നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ യെരുശലേം പട്ടണത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള മതിലിൽ കാണുന്ന ഗേറ്റാണ് ഗോൾഡൻ ഗേറ്റ്. ആകെ 8 ഗേറ്റുകളുള്ളതിലൊന്ന്. അതിന്ന് അടച്ച് സീൽ ചെയ്തിരിക്കുന്നു. ഈ വാതിലിലൂടെയാണ് കർത്താവായ യേശു ക്രിസ്തു ഓശാന ദിവസം യെരുശലേമിൽ പ്രവേശിച്ചത് എന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ ഈ ഗേറ്റ് യഹൂദന്മാരെ സംബന്ധിച്ചും ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. ന്യായവിസ്താര ദിവസത്തിൽ മശിഹ യെരുശലേമിൽ പ്രവേശിക്കുന്നത് ഈ ഗേറ്റിലൂടെ ആയിരിക്കുമെന്ന് യഹൂദന്മാരും വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ പ്രദേശം ഇസ്രായേൽ സൈന്യത്തിൻ്റെ അധീനതയിലുള്ള പലസ്തീൻ വെസ്റ്റ് ബാങ്ക് ഭാഗമാണ്. ടെമ്പിൾ മൗണ്ടിൻ്റെ ഉടമസ്ഥത ഇപ്പോൾ ഒരു മുസ്ലിം കുടുംബത്തിൻ്റെ കൈകളിലുമാണ്. നാം ഈ പ്രദേശത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇസ്രായേൽ സൈന്യത്തിൻ്റെ വലിയ ചെക്കിങ്ങുകൾ കഴിഞ്ഞിട്ട് മാത്രമേ ഈ പ്രദേശത്തേക്ക് വരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. മതിലുകൾ കൊണ്ട് ചുറ്റപ്പെട്ട യെരുശലേം നഗരത്തിൻ്റെ കിഴക്ക് വശത്തുള്ള ഒരു താഴ്വരയാണ് കെദ്രോൻ താഴ്വര. അത് കഴിഞ്ഞാൽ കിഴക്ക് ഭാഗത്തായി കാണുന്ന ഒരു ചെറിയ കുന്നാണ് ഒലിവ് മല. ഈ ഒലിവ് മലയുടെ പടിഞ്ഞാറേ ചരുവിലാണ് ഗത്സമന തോട്ടം സ്ഥിതി ചെയ്യുന്നത്. നാം ആ തോട്ടത്തിൻ്റെ ഭാഗത്തേക്ക് എന്നാൽ അവിടെ വളരെ പ്രായമുള്ള അനേകം ഒലിവ് മരങ്ങൾ കാണാം. ഇതൊക്കെ ഇന്നും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായി, കർത്താവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലും ഏതെങ്കിലും ഒരു ദേവാലയം ഇന്ന് പണിയപ്പെട്ടിട്ടുണ്ട്. വിവിധ സഭാവിഭാഗങ്ങൾ അവരുടേതായ ഉടമസ്ഥതയിൽ ഈ പ്രദേശത്തുള്ള എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കപ്പെടുവാനായി അവിടെയൊക്കെ ഓരോ ദേവാലയങ്ങൾ പണിയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടതാണ്. ഈ ഒലിവ് മലയുടെ പടിഞ്ഞാറേ ചരിവിലുള്ള ഈ ഗത്സമന ഭാഗത്ത് നിന്ന് നാം പടിഞ്ഞാറോട്ട് നോക്കിയാൽ യെരുശലേം പട്ടണവും മതിലുകളും ഒക്കെ നമുക്ക് മനോഹരമായി കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പ്രദേശത്തിൻ്റെ ഏകദേശ രൂപം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. യെരുശലേം പട്ടണം അതല്പം ഉയർന്നു നിൽക്കുന്ന ഭാഗമാണ്. അതിന് ചുറ്റും മതിലുകളുണ്ട്. അതിൻ്റെ നടുവിലായിട്ടാണ് ടെമ്പിൾ മൗണ്ട് എന്ന പ്രദേശം. ആ പ്രദേശത്തുള്ള പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന് അൽ അക്സ മോസ്കും ഡോം ഓഫ് ദി റോക്കും. യെരുശലേം പട്ടണത്തിൻ്റെ കിഴക്കേ മതിലുള്ള ഗേറ്റിൻ്റെ പേരാണ് ഗോൾഡൻ ഗേറ്റ്. ആ ഗോൾഡൻ ഗേറ്റ് കഴിഞ്ഞ് കിഴക്ക് ഭാഗത്തൊരു താഴ്വരയാണ് കെദ്രോൻ താഴ്വര. ആ കുറേ സ്ഥലം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായി കിഴക്ക് ഭാഗത്ത് കാണുന്ന മലയാണ് ഒലിവ് മല. ഈ ഒലിവ് മലയുടെ പടിഞ്ഞാറേ ചരിവിലാണ് ഗത്സമന തോട്ടം. ഈ മലയുടെ നടുവിലായി മുകൾ ഭാഗത്ത് കാണുന്ന പ്രദേശത്ത് ഇന്നൊരു ചാപ്പൽ കാണാം. ചാപ്പൽ ഓഫ് അസെൻഷൻ. ഇത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ മാതാവാണ് ആദ്യം പണി കഴിപ്പിച്ചത്. പിന്നീട് അത് നശിപ്പിക്കപ്പെട്ടു. പിന്നെ പലരും മാറി മാറി പണിഞ്ഞു. ഇപ്പോഴും അവിടെ ഒരു ചാപ്പലുണ്ട്. അവിടെ നിന്നാണ് കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ആ ചാപ്പലിന് അടുത്തായി മറ്റൊരു ദേവാലയമുണ്ട്. ചർച്ച് ഓഫ് ദി പാറ്റർനോസ്റ്റർ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അവിടെ വച്ചാണ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചത് എന്നും വിശ്വസിക്കപ്പെടുന്നു. ഈ ഗത്സമന തോട്ടത്തിൻ്റെ സൈഡിലായി മറ്റൊരു ദേവാലയമുണ്ട്. ആ ദേവാലയത്തിൻ്റെ പ്രത്യേകത അവിടെ വെച്ചാണ് കർത്താവിനെ യൂദ ഒറ്റിക്കൊടുത്തത് എന്നും വിശ്വസിക്കപ്പെടുന്നു. നാം ഈ ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഈ ലോകത്തിലെ ജീവിത സമയത്ത് സഞ്ചരിച്ച പ്രവർത്തിച്ച സ്ഥലങ്ങളായിരുന്നു ഇവയൊക്കെ തന്നെ. ഈ മലയുടെ ഒരു വശത്തായിട്ട് കുറേയധികം ശവക്കല്ലറകൾ കാണുവാനായിട്ട് സാധിക്കും. ഒരു സൈഡിലും കാണാം. അതുപോലെ തന്നെ
യെരുശലേം പട്ടണത്തിൻ്റെ കിഴക്കേ മതിലിൻ്റെ കിഴക്ക് ഭാഗത്തും ആ താഴ്വരയിലും ശവക്കല്ലറുകൾ കാണാം. ഇത് യഹൂദന്മാരുടെയും അതുപോലെ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ശവക്കല്ലറുകളാണ്. കർത്താവ് ഇനിയും എഴുന്നള്ളുമ്പോൾ ആ ഗേറ്റ് തുറക്കുമ്പോൾ വേഗം കർത്താവിനോട് കൂടെ ചേർക്കപ്പെടുവാം എന്നുള്ള വിശ്വാസത്തിലാണ് ആ ഭാഗത്ത് കൂടുതൽ കല്ലറകൾ പണിയുന്നത്. ഈ കല്ലറകളിൽ അവരുടെ പ്രിയപ്പെട്ടവരെ കാണുവാനായിട്ട് ആളുകൾ വരുമ്പം ചെയ്യുന്നത് ഈ കല്ലറകളുടെ പുറത്ത് ഓരോ ചെറിയ കല്ലുകൾ വെക്കുകയാണ്. നമ്മളൊക്കെ ഈ പൂക്കൾ വെക്കുന്നതിന് പകരമായി അവർ കല്ലുകളാണ് വെക്കുന്നത്. അവരുടെ സ്നേഹത്തിൻ്റെ ദൃഢത കാണിക്കുവാനായിട്ട് അങ്ങനെ ചെയ്യുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. നാം ഈ ക്ലാസ്സിൽ കണ്ട ഭാഗങ്ങളൊക്കെ കർത്താവ് പ്രവർത്തിച്ച സ്ഥലത്തിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ വിശദാംശങ്ങളുമാണ്. പുതിയ നിയമഭാഗം കൂടുതൽ പഠിക്കുന്നതിന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചാൽ കൂടുതൽ വ്യക്തത വരും എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്രകാരമൊക്കെ ഈ കാര്യങ്ങൾ ഇപ്രകാരം വിശദീകരിക്കുവാനിടയായത്. നാം ഈ ദേശത്തായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരും അതിൻ പ്രകാരം ജീവിക്കുന്നവരുമാകണം. കർത്താവ് നമ്മോട് പഠിപ്പിച്ചതൊക്കെ മനസ്സിലാക്കുന്നതിനും അത് പ്രാവർത്തികമാക്കുന്നതിനും നാം ശ്രമിക്കുകയാണ്. കർത്താവ് ജീവിച്ച സ്ഥലത്തിൻ്റെ പ്രത്യേകതകളൊക്കെ നാം മനസ്സിൽ കണ്ടുകൊണ്ട് പുതിയ നിയമഭാഗങ്ങൾ നാം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചതിൻ്റെ പ്രാധാന്യം, നമ്മുടെ രക്ഷയ്ക്കായി ഈ ഭൂമിയിൽ വന്ന് കുരിശിൽ തറയ്ക്കപ്പെട്ട് നമുക്കായി ഇന്നും ജീവിക്കുന്ന ദൈവത്തെ ഒരിക്കൽ കൂടെ ഓർക്കുവാനും ധ്യാനിക്കുവാനും ഈ പഠനങ്ങളൊക്കെ നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ കൃപ നാം ഏവരെയും ദിനംതോറും നടത്തുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോട് നമുക്ക് നിർത്താം. ദൈവം തമ്പുരാൻ നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.